ഹാൽദി കഴിഞ്ഞ് അച്ചുവും വീട്ടുകാരും പോയി. മെഹന്തി ഫംഗ്ഷന് അവളുടെ കുടുംബവും കൂട്ടുകാരും അവരുടെ കുടുംബവും പിന്നെ അയൽവാസികളും മാത്രമായിരുന്നു ഉണ്ടായത്. മനുവിന് രണ്ടിടത്തും ഒരുപോലെ നിൽക്കേണ്ടതുകൊണ്ട് അവൻ കുറച്ചുനേരം കൂടി അവിടെ നിന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. മെഹന്തി തുടങ്ങുന്നതിന് മുമ്പ് ജെനിയെ ഫ്രഷ് ആവാൻ കൊണ്ടുപോയി. ഇനി ഇതുപോലെ ഒരെണ്ണം വലിച്ചു കയറ്റണ്ടേ ചേച്ചി? വേണം, വാ, പെട്ടെന്ന് ഫ്രഷായി മെഹന്തിയുടെ ആളിപ്പോ വരും. ജെനി ഫ്രഷ് ആവാൻ കയറി. അപ്പോഴേക്കും ഹാൽദിയുടെ സ്റ്റേജ് മാറ്റി മെഹന്തിക്കായി ഒരുക്കിയിരുന്നു. അതും ഗാർഡനിൽ തന്നെയായിരുന്നു. ഫ്രഷായി ഇറങ്ങിയ ജെനി ബെഡിലിരിക്കുന്ന അവളുടെ ഡ്രസ്സ് കണ്ട് തലയ്ക്ക് കൈകൊടുത്തു. ഭഗവാനേ, ഇനി ഇതും വലിച്ചു കയറ്റണ്ടേ? ജെനി അതെല്ലാം എടുത്തു നോക്കി. പിന്നെ അവൾ റെഡിയാവാൻ തുടങ്ങി. ബ്ലാക്ക് ലെഹങ്കയായിരുന്നു. അതിൽ ഗോൾഡൻ ത്രെഡ് വർക്കും ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ റെഡിയായി വന്നു. ബ്യൂട്ടീഷ്യനോട് രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജെനി തന്നെയാണ് ബ്യൂട്ടീഷ്യൻ ചെയ്തത്. ജാനിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവള് തന്നെ ലൈറ്റായി ടച്ചപ്പ് ചെയ്തു. ഭംഗിയായി കണ്ണെഴുതി ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട് അവളുടെ ചോര ചുണ്ടുകളെ വീണ്ടും ചുവപ്പിച്ചു. ജ്വല്ലറി സെറ്റിൽ നിന്ന് കമ്മലും വളയും മാത്രം എടുത്തിട്ടു. മുടി കെട്ടിവെക്കാതെ പരത്തിയിട്ടു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ജാനി അങ്ങോട്ട് വന്നത്. കഴിഞ്ഞോ? ജാനി ജാനിയെ നോക്കി. സുന്ദരിയായല്ലോ. താങ്ക് യു. എന്താ ഈ നെക്ലേസ് ഇടാത്തത്? പൊട്ടും തൊട്ടിട്ടില്ല. ഇങ്ങ് വന്നേ. ജാനി അവളെ അടുത്തേക്ക് വിളിച്ചു. വേണ്ട ചേച്ചി. വേണം, വാ. ജെനി ജാനിയുടെ അടുത്തേക്ക് ചെന്നു. ജാനി അവൾക്ക് ഗോൾഡൻ കളർ സ്റ്റോൺ പൊട്ട് തൊട്ടുകൊടുത്തു. ജ്വല്ലറി സെറ്റിൽ അവൾ ഇടാതെ മാറ്റിവെച്ച മാലയെടുത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. ഇപ്പോഴാണ് പൂർണ്ണമായത്. അവളെ നോക്കി ജാനി പറഞ്ഞു, ഇപ്പൊ എന്നെ തൂക്കിയ ഒരു 100 kg ഉണ്ടാവും. ഓടി വന്നേ, നമുക്ക് തുടങ്ങണ്ടേ? ജാനി ജെനിയെയും കൂട്ടി താഴേക്ക് ചെന്നു. അച്ഛന്റെ കൈ പിടിച്ച് അവൾ മെഹന്തി സ്റ്റേജിലേക്ക് കയറി. മെഹന്തി ഇടാൻ വേണ്ടി വന്ന ആൾ അവളുടെ 2 കൈയിലും കാലിലും മെഹന്തി ഇട്ടു തുടങ്ങി. ഒരുപാട് നേരം അടങ്ങിയിരുന്നിട്ട് ജെനിക്ക് ഭ്രാന്ത് വരുന്നുണ്ടായിരുന്നു. അടങ്ങിയിരുന്ന് ശീലയില്ലല്ലോ. ചേച്ചി, ഇതെപ്പോ കഴിയും? ജെനി മെഹന്തി ഇടുന്ന ആളോട് ചോദിച്ചു. കഴിഞ്ഞു മോളെ, ചിരിച്ചുകൊണ്ട് ആ ചേച്ചി ജെനിയോട് പറഞ്ഞു. ജെനി അവളുടെ 2 കൈയിലേക്കും കാലിലേക്കും നോക്കി. വളരെ മനോഹരമായി തന്നെ കൈ നിറച്ചും കാലിലും ഒക്കെ മെഹന്തി ഇട്ടിരുന്നു. ജെനിക്ക് ഒരുപാട് ഇഷ്ടമായി. മെഹന്തിയിലേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് പാച്ചു, എബിയും അഞ്ജുവും വന്നു. എന്താണ് ഒരു കള്ളത്തരം? ജെനി അവരെ 3 പേരെ മാറി മാറി നോക്കി. 3 പേരും ചുമല് കൂച്ചി. 3 പേരും ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നത്. വീണ്ടും പാട്ട് പ്ലേ ആയി. പാട്ടിനൊത്ത് അഞ്ജു, എബിയും പാച്ചു അവളുടെ മുന്നിൽ ചുവട് വെച്ചപ്പോൾ ജെനി കൗതുകത്തോടെ അതിലുപരി സന്തോഷത്തോടെ അവരെ നോക്കിയിരുന്നു. മെഹന്തി ഉണങ്ങി അവളുടെ 2 കൈയിലും വെറ്റില വെച്ച് ഓരോരുത്തരെയും മെഹന്തി ഇട്ടുകൊണ്ടിരുന്നു. അതിനിടെ പാച്ചു, എബിയും വന്ന് ജെനിയെ വലിച്ചെഴുന്നേപ്പിച്ച് അവരുടെ കൂടെ കൂട്ടിയപ്പോൾ എല്ലാം മറന്ന് അവളും ചുവട് വെച്ചു. എല്ലാവരും കൂടി അവരുടെ കൂടെ ചുവട് വെച്ചപ്പോൾ അതിന്റെ ഭംഗി കൂടി. ആരവങ്ങളും ആഘോഷങ്ങളുമായി ആ ദിവസം കഴിയുമ്പോൾ അച്ചുവും ജെനിയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ജെനി ഫ്രഷായി ബാൽക്കണിയിൽ ചെന്നിരുന്നു. അച്ചുവിനെ ഓർക്കും തോറും അവളുടെ മുഖം ചുവന്നു. ജാനി അയച്ചു കൊടുത്ത മെഹന്തി വീഡിയോ നോക്കിക്കിടക്കുമായിരുന്നു അച്ചു. ജെനിയുടെ മുഖത്തെ ചിരിയും സന്തോഷവും അവന്റെ മനസ്സ് നിറച്ചു. ജെനി, മോളെ എണീറ്റേ. വാസു ജെനിയെ എണീപ്പിക്കുന്ന തിരക്കിലാണ്. കുറച്ചു നേരം കൂടി അമ്മ, പ്ലീസ്. ചെണിങ്ങെ കൊണ്ട് അവളൊന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ട്. പെണ്ണെ, മേടിക്ക് നീ. ഇന്ന് കല്യാണാണെന്നൊരു ബോധവുമില്ല. എന്നെ കൊണ്ട് ചട്ടുകടിപ്പിക്കരുത്. ദൈവമേ, കല്യാണം! ജെനി ചാടി എണീറ്റു. വാസുവിനെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു. പിന്നെ എണീറ്റ് ഫ്രഷ് ആവാൻ ഓടി. ഇങ്ങനൊരു പെണ്ണ്. വാസു ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി. അവൾ എണീറ്റില്ലേ വസു? മഹി ചോദിച്ചു. ആ, ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട്. ജെനി ഫ്രഷായി ഇറങ്ങി. ജാനിയുടെ നിശ്ചയത്തിനടുത്ത് സാരി ഉടുത്തു. നനഞ്ഞ മുടി പരത്തിയിട്ട് കറുത്ത സ്റ്റിക്കർ പൊട്ടും തൊട്ട് അവൾ താഴേക്ക് ഇറങ്ങി. നീ എങ്ങോട്ടാ? അവളെ കണ്ട് ജാനി ചോദിച്ചു. കല്യാണമൊക്കെ അല്ലേ, ഒന്ന് അമ്പലത്തിൽ പോയി വരാം. ജാനിയെ നോക്കി കണ്ണിറുക്കി അവൾ പറഞ്ഞു. പോയിട്ട് വാ. ജെനി അമ്പലത്തിലേക്ക് പോയി. നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾ വണ്ടി എടുത്തില്ല. ജെനി ഇതുവരെ വന്നില്ലേ ഇങ്ങോട്ട്? വാസു ഹാളിലേക്ക് വന്ന് ചോദിച്ചു. അവൾ അമ്പലത്തിൽ പോയി അമ്മേ. ജാനി അമ്മയോട് പറഞ്ഞു. ആണോ, നന്നായി. ഞാൻ അവളോട് പറയാൻ വിട്ടുപോയതായിരുന്നു. ജെനി അമ്പലത്തിൽ പോയി മനം ഒരുക്കി പ്രാർത്ഥിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അച്ചുവിന്റെ നല്ല പാതയെ അവന്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ കഴിയണേ എന്നവൾ പ്രാർത്ഥിച്ചു. 2 വീട്ടുകാർക്ക് വേണ്ടി, അമ്മയാവാൻ പോകുന്ന അവളുടെ ചേച്ചിക്ക് വേണ്ടി, അവളെ വിട്ടുപോയ കിങ്ങിണിക്ക് വേണ്ടി, അഖിലയ്ക്ക് വേണ്ടി എല്ലാം അവൾ ഈശോന്റെ മുന്നിൽ കൈകൊപ്പി. ഇലച്ചീന്തി നിന്ന് ചന്ദനം തൊട്ട് ഒരിക്കൽ കൂടെ ഭഗവാനെ തൊഴുത് അവൾ വീട്ടിലേക്ക് നടന്നു. വന്നോ നീ? പെട്ടെന്ന് വന്ന് കഴിച്ചേ, ബ്യൂട്ടീഷ്യൻ ഇപ്പൊ വരും. ആ. ജെനി എല്ലാവർക്കും ചന്ദനം തൊട്ട് കൊടുത്തു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴേക്കും ജെനിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. ബ്യൂട്ടീഷ്യനും അവരുടെ കൂടെ സഹായത്തിന് വന്ന ആളും കൂടി ജെനിയെ ഒരുക്കാൻ തുടങ്ങി. മെറൂൺ സിമ്പിൾ സോഫ്റ്റ് ആൻഡ് സിൽക്ക് ഡിസൈനർ സാരി ഭംഗിയായി തന്നെ അവളെ ഉടുപ്പിച്ചു.
മിതമായ മേക്കപ്പ് ഇട്ട് അവളുടെ മുഖം കൂടുതൽ മനോഹരമാക്കി. മുടിയെല്ലാം പിന്നിക്കെട്ടി മുല്ലപ്പൂ ചൂടി. ആഭരണങ്ങളും കൂടിയിട്ട് കഴിഞ്ഞപ്പോൾ ജെനി തിളങ്ങി നിന്നു. റെഡിയായി ഇറങ്ങി വന്ന ജെനിയെ എല്ലാവരും ഇമ വെട്ടാതെ നോക്കി നിന്നു. മഹിയും വസും നിറക്കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. ദക്ഷിണ കൊടുത്തവർ മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു. മണ്ഡപത്തിലെത്തി ജെനി അവിടെയുള്ള റെസ്റ്റ് റൂമിൽ ഇരുത്തി. അവൾക്ക് കൂട്ടിന് അഞ്ജു ഇരുന്നു. നിനക്ക് പേടിയുണ്ടോ ജെനി? അഞ്ജു അവളോട് ചോദിച്ചു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അഞ്ജു ഒന്നും മനസ്സിലാവാതെ ജെനിയെ നോക്കി. എന്ത് തേങ്ങയാടി നീ പറയുന്നേ? ആ ജെനി കൈമലർത്തി. അഞ്ജു, അഞ്ജുമാ. ജെനി അഞ്ജുവിനെ തോണ്ടി. എന്താടി? ഒരു ധൈര്യത്തിന് ഒരു കുപ്പി കൊണ്ടുവന്ന് തരൂ. മിനറൽ വാട്ടറോ? കാര്യം മനസ്സിലായിട്ടും അത് മനസ്സിലാവാത്ത പോലെ അഞ്ജു അവളോട് ചോദിച്ചു. ദേ പെണ്ണെ, കളിക്കല്ലേ, ഒന്ന് ഒപ്പിച്ചു താടി. ജെനി അവളുടെ കൈയിൽ പിടിച്ചു. ഒറ്റ വീക്ക് വെച്ചിരുന്നേ, ഇണ്ടാണ്ടിരുന്നോണം, കുടിക്കാൻ വന്നേക്കുന്നു. അഞ്ജു അവളോട് കലിപ്പെട്ടപ്പോ ജെനി ചുണ്ടുകൊട്ടി. അത് കണ്ട് അഞ്ജു ചിരിച്ചു. പതിയെ ജെനിയും അവളുടെ ചിരി പങ്കുചേർന്നു. എന്താടാ ഇങ്ങനെ ഓടി വരുന്നത്? കിതച്ചുകൊണ്ടിരിക്കുന്ന പാച്ചുവിനെ എബിയെ ജെനി ചോദിച്ചു. അച്ചുവേട്ടൻ വന്നു, അത് പറയാൻ വന്നതല്ലേ? പാച്ചു ഇളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അച്ചു വന്നെന്ന് പറഞ്ഞപ്പോൾ ജെനിക്ക് ഇതുവരെ തോന്നാത്ത വെപ്രാളോ പരവേശവും ഒക്കെ തോന്നി തുടങ്ങി. അപ്പോഴേക്കും ജാനിയെ എല്ലാവരും വന്ന് ജെനിയുടെ കൈ താലം വെച്ചു കൊടുത്തു. അവളെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് നടന്നു. വളരെ മനോഹരമായി അലങ്കരിച്ച മണ്ഡപത്തിൽ സ്വർണ്ണക്കരയുള്ള മുണ്ടും ഷർട്ടും ഇട്ട് നെറ്റി ചന്ദനക്കുറിയും തൊട്ട് നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്ന അച്ചുവിനെ ജെനി ഇമ വെട്ടാതെ നോക്കി. അച്ചുവും ജെനിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തിളങ്ങി നിൽക്കുന്ന അവളുടെ വെള്ളാരം കണ്ണുകളെ അവൻ തറഞ്ഞു നിന്നു. പയ്യെ നോക്കടാ, നിനക്കുള്ളത് തന്നെയാണ്. ദീപു അച്ചുവിനെ കളിയാക്കി. അച്ചു അവനെ നോക്കി കണ്ണുരുട്ടി. ജെനി മണ്ഡപത്തിലേക്ക് വന്ന് എല്ലാവരെയും വണങ്ങി അച്ചുവിന്റെ വാമഭാഗത്തായിരുന്നു. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് കണ്ടോള് പോകുന്നു ജെനി. അച്ചു പതിയെ ജെനിയോട് പറഞ്ഞു. അടങ്ങിയിരുന്നു. അവന്റെ കൈ പതിയെ പിച്ചിക്കൊണ്ട് ജെനി അവനെ കണ്ണുരുട്ടി. മുഹൂർത്തമായപ്പോ പൂജാരി നീട്ടിയ ആലിലത്താലി അച്ചു ജെനിയുടെ കഴുത്തിൽ അണിയിച്ചു. ജെനി കണ്ണടച്ച് കൈകൾ കൂപ്പി സീമന്തരേഖയും സിന്ദൂര ചുവപ്പിനൊപ്പം അവന്റെ അധരങ്ങളുടെ തണുപ്പ് കൂടി അറിഞ്ഞപ്പോൾ ജെനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പരസ്പരം ഹാര അണിയിച്ച ശേഷം രണ്ടുപേരെ എണീറ്റ് നിന്നു. അങ്കത്തെന്ന് കൊത്തിയ മോതിരം അവ അവളുടെ വിരലിൽ അണിയിച്ചു. ജനനി എന്ന് കൊത്തിയ മോതിരം അവന്റെ വിരലിലും തിളങ്ങി നിന്നു. പുടവ കൊടുത്തു കഴിഞ്ഞ് ജെനിയുടെ കൈകൾ അച്ചുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് കുരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ, പാവാണ്. ജെനിയുടെ നിറകെ ചുംബിച്ചുകൊണ്ട് മഹി അച്ചുവിനോട് പറഞ്ഞു. ഒരിക്കലും കൈവിടില്ലെന്ന പോലെ അച്ചു അവളുടെ കൈകളെ മുറുകെ പിടിച്ച് മഹിയെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു. കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. ജെനിയുടെ അച്ചുവിന്റെ മുന്നിൽ ഇലയിട്ടു. ഇല മാത്രമേ ഉള്ളൂ. ജെനി ദീപുവിനോട് ചോദിച്ചു. കൊണ്ടുവരാടി, ആക്രാന്തം കാണിക്കാതെ. വിശന്നിട്ടല്ലേ ഏട്ടാ? ഓവ്. ആഹാ, ഉപ്പേരി, ശർക്കര വരട്ടി, മാങ്ങാക്കറി, നാരങ്ങക്കറി, എലിശ്ശേരി, പുളിശ്ശേരി, കാളൻ, ഓലൻ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, ഇഞ്ചിക്കറി, പരിപ്പ് കറി, കൂട്ടുകറി, പപ്പടം, പിന്നെ ഒരു പൂവമ്പഴം. ഇതെല്ലാം കൂടെ എപ്പ തിന്ന് തീർക്കാനാ ഈശോയേ? വാഴയിലയിലേക്ക് ചോറ് വിളമ്പി അതിന്റെ മുകളിലേക്ക് സാമ്പാർ ഒഴിച്ചു. ഒരു പാത്രത്തിൽ രസവും മോര് കാച്ചിയതും കൊണ്ടുവച്ചു. ഒരു ഗ്ലാസ് വെള്ളവും പാലട പ്രഥമനും പഴം പ്രഥമനും സേമിയ പായസവും. സദ്യ കഴിഞ്ഞ് കുറച്ചു സമയം അച്ചുവിനെ ജെനിയെ സ്റ്റേജിൽ ഇരുത്തി. ഓരോരുത്തരെ അവരെ വന്ന് കണ്ട് സംസാരിച്ചും ഫോട്ടോ എടുത്തും സമയം കടന്നുപോയി. പിന്നെ പുടവ മാറ്റാൻ വേണ്ടി ജെനിയെ കൊണ്ടുപോയപ്പോ അച്ചു അവന്റെ ഡ്രസ്സ് മാറാൻ പോയി. പുടവ മാറ്റി വന്ന അച്ചുവിനെയും ജെനിയെയും വെച്ച് അവരുടെ മാത്രം ഫോട്ടോസ് എടുക്കുകയായിരുന്നു. ഇറങ്ങാൻ സമയമായെന്ന് പറഞ്ഞപ്പോ ജെനിയുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടായി. അവൾ അച്ചുവിനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവളെ ചേർത്ത് പിടിച്ച് കണ്ണു ചിമ്മി. ഇറങ്ങാൻ നേരം ജെനി മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മഹി അവളുടെ നെറുകെ ചുംബിച്ചു. ജെനി പുഞ്ചിരിയോടെ അവളുടെ അച്ഛനെ നോക്കി. അമ്മയ്ക്കിന് തല്ല് പിടിക്കാൻ ആളില്ലല്ലോ. വസുവിനെ കെട്ടിപ്പിടിച്ച് ജെനി പറഞ്ഞു. അമ്മയുടെ കുട്ടി അച്ചുവിനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അവളുടെ നെറ്റി ചുംബിച്ചുകൊണ്ട് വസു പറഞ്ഞപ്പോ അവൾ ഒരു ചിരിയോടെ തലയാട്ടി. എന്റെ ജെനി മോളെ, നിന്റെ ചേച്ചി ഇറങ്ങാൻ നേരം കാറി കൂവിയിരുന്നു. നീ എന്താടി കരയാതെ നിൽക്കുന്നേ? മനു അവളോട് ചോദിച്ചു. അത് ജാൻവിയാണ്, ഞാൻ ജനനി. മനുവിനെ നോക്കി സൈറ്റടിച്ച് അവൾ പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൾ അച്ചുവിന്റെ കൂടെ കാറിലേക്ക് കയറി. മുന്നേ ദീപവും മനുവായിരുന്നു, പുറകെ ജെനിയും അച്ചുവും. കാർ നീങ്ങുമ്പോൾ ജെനി കണ്ടു നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന അവളുടെ അച്ഛനെയും അമ്മയെയും. അവൾ അച്ചുവിനെ നോക്കി. അച്ചു അവൾക്ക് നേരെ കൈ നീട്ടിയപ്പോ അതിന് കാത്തിരുന്നെന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് ചാരി തടഞ്ഞു വെച്ചിരുന്ന കണ്ണീരിനെ ഒഴുക്കി. മിററിലൂടെ ഈ കാഴ്ച കണ്ട ദീപവും മനു മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. അച്ചുവിന്റെ വീട്ടിലെത്തിയ അവളെ സീത ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റി. പൂജാമുറി വിളക്ക് വെച്ച അച്ചു ജെനിയെ അവളുടെ നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.
പിന്നീട് അവരെ രണ്ടുപേരും പിടിച്ചിരുത്തി മധുരം കൊടുക്കലായിരുന്നു. കല്യാണ പെണ്ണിനെ കാണാൻ വന്നവരുടെ ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന ജെനിയാണ് സീത ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടത്. ജാനി മോളെ, ജെനിയെ മുറിയെ കൊണ്ടുപോയിക്കോ. ദിവി മോളെ, നീയും ചെല്ല്. ജാനിയോടും ദിവ്യോടും സീത പറഞ്ഞപ്പോ അവർ രണ്ടുപേരും അവളെ അച്ചുവിന്റെ മുറിയിലാക്കി. ചേച്ചി, ജെനി ജാനിയെ വിളിച്ചു. എന്താടാ, ചേച്ചി ഇല്ലേ ഇവിടെ? മോൾക്ക് എന്തിനാ ടെൻഷൻ? എന്റെ കുഞ്ഞിന്റെ വെളിപ്പുറത്ത് ഞാനുണ്ട്. കുറച്ചു നേരം ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് ഇതൊക്കെ മാറി ഫ്രഷ് ആവാം. അവളുടെ കവളിൽ തഴുകി പുഞ്ചിരിയോടെ ജാനി പറഞ്ഞു. മറുപടിയായി ജെനിയും പുഞ്ചിരിച്ചു. ദിവ്യയും കൂട്ടി ജാനി അവിടെ നിന്ന് ഇറങ്ങി. അവർ പോയതും ജെനി ഡോർ ലോക്ക് ചെയ്യാതെ അടച്ചിട്ടു. മുറി ആകമാനം നോക്കി. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളുടെ റൂം പോലെ തന്നെ ബാൽക്കണിയോട് കൂടിയ സിമ്പിളായ എന്നാൽ മോഡേൺ ആയ റൂമായിരുന്നു. മുറി മുഴുവൻ കണ്ണോടിച്ച് നിൽക്കുമ്പോഴാണ് അവളെ പുറകിൽ നിന്നും രണ്ട് കൈകൾ പൊതിഞ്ഞത്. തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം അറിഞ്ഞ അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. ജെനി, അച്ചു അവളെ പതിയെ വിളിച്ചു. അവളൊന്ന് മൂളി. മാറിയില്ലേ പെണ്ണെ നിന്റെ സങ്കടം? അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ അമ്മയുടെ കൂടെ തന്നെ അല്ലേ അച്ചുവേട്ടാ? എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആണോ? എന്റെ ചേച്ചിയാണ് എന്റെ അമ്മ, എന്റെ ചേച്ചിയമ്മ. പിന്നെ എനിക്കെന്തിനാ സങ്കടം? പിന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ ചെക്കനും ഇല്ലേ? തിരിഞ്ഞു നിന്ന് അവന്റെ കണ്ണുകളിൽ നോക്കി ആദരമായി അവൾ പറഞ്ഞു. അച്ചു അവളെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിക്കും തോറും അവന്റെ പുഞ്ചിരി മാറി കണ്ണും മുഖവും പ്രണയാർത്ഥമായി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്തോറും അവൻ അവനെ തന്നെ നഷ്ടപ്പെടുന്നത് അവൻ മനസ്സിലാക്കിയപ്പോൾ സാരിക്കിടയിലൂടെ അവളുടെ ഇടുപ്പിൽ അവന്റെ കൈകൾ അമർന്നു. ജെനിയൊന്ന് കുതറിയെങ്കിലും അവളെ വിടാതെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അവളുടെ മൂക്കുത്തിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അവന്റെ സ്നേഹചുംബൻ അവൾ കണ്ണടച്ച് സ്വീകരിച്ചു. മൂക്കുത്തിയിൽ നിന്നും അവന്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളിലൂടെ തഴുകി അവളുടെ താടിച്ചുഴിയിൽ എത്തി നിന്നു. കണ്ണടച്ച് അവന്റെ ഇരു തോളിലും കൈവച്ച് നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി അവൻ അവളുടെ താടിച്ചുഴിയെ അവന്റെ അതരങ്ങളാൽ പൊതിഞ്ഞു. ജെനി ഒന്ന് ഉയർന്നു പൊങ്ങിയതിനൊപ്പം അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു. പതിയെ അവളുടെ താടിച്ചുഴിയെ മോചിപ്പിച്ചുകൊണ്ട് അവന്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളുമായി കോർത്തു. ജെനിയുടെ കൈകൾ അവന്റെ തോളിലൂടെ അവന്റെ പിൻകഴുത്തിൽ അമർന്നു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ തഴുകി നടന്നു. പരസ്പരം മതിമറന്ന് രണ്ടുപേരും ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അവളൊന്ന് കുതറി. അവളുടെ അതരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അച്ചു അവളെ അവന്റെ മാറോട് അടക്കി പിടിച്ചു. കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ കരവലയത്തിൽ ഒതുങ്ങി അവൾ കിതപ്പടക്കി. വാതിലെ തുടരെയുള്ള കൊട്ട് കേട്ടപ്പോഴാണ് അച്ചുവും ജെനി അകന്നു മാറിയത്. അച്ചു പോയി വാതിൽ തുറന്നു. മുന്നിൽ ഇളിച്ചുകൊണ്ട് കൃതിയും വിധുവും ദിവ്യയും ജാനിയും. കൊന്നോ അവളെ? കൃതി അവനോട് ചോദിച്ചു. ഇല്ല. അങ്ങനെ കൊല്ലോ ഞാൻ? എനിക്ക് വേണ്ടേ അവളെ? ഇളിച്ചുകൊണ്ട് അച്ചു അവരോട് പറഞ്ഞപ്പോ അവരും ചിരിച്ചു. അച്ചു തിരിഞ്ഞ് കട്ടിലിരിക്കുന്ന ജെനിയെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. കൃതിയും ജാനിയും വിധുവും ദിവ്യയും അകത്തേക്ക് കയറി ജെനിയുടെ ആഭരണങ്ങൾ അഴിക്കാനും മറ്റും എല്ലാം അവളെ സഹായിച്ചു. ജാനി അവളുടെ കയ്യിലേക്ക് ഒരു ടീഷർട്ട് പലോസയും എടുത്തു കൊടുത്തു. ചെല്ലി, ഫ്രഷായി വന്ന് കുറച്ചു നേരം കിടന്നു. ബ്യൂട്ടീഷ്യൻ വരുമ്പോ ചേച്ചി വിളിക്കാം. ജെനി ഫ്രഷ് ആവാൻ കയറി. അവർ മുറിയിൽ നിന്നും ഇറങ്ങി. ജെനി ഫ്രഷായി വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി കോതുമ്പോഴാണ് അച്ചു വന്നത്. വാതിലടച്ച് അവൻ ജെനിയുടെ പുറകിൽ പോയി നിന്നു. അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് നനഞ്ഞ മുടിയിൽ മുഖം പൂഴ്ത്തി. അവളൊന്ന് ഞെട്ടി. ഹൃദയമെടുപ്പ് ഉയരുന്നതിന്റെ കൂടെ ശ്വാസോച്ഛ്വാസവും കൂടി വന്നു. അവളുടെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ച് അച്ചുവിന്റെ കയ്യിൽ പിടിച്ചു. അവളുടെ മുടിയെല്ലാം മുന്നിലേക്കിട്ട് അവളുടെ പിൻകഴുത്തിൽ അവൻ അമർത്തി ചുംബിച്ചു. അവന്റെ അതരങ്ങളും നാവും അവളുടെ പിൻകഴുത്തിലൂടെ തഴുകി നടക്കുമ്പോൾ അവൾ ഒരു തളർച്ചയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അച്ചുവേട്ടാ, അവൾ ഒരു പതർച്ചയോടെ അവനെ വിളിച്ചു. അവളുടെ പിൻകഴുത്തിൽ നിന്ന് അതരങ്ങളെ മോചിപ്പിക്കാതെ അവൻ മോളി. വേണ്ട. അവന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണടച്ച് അവൾ പറഞ്ഞു. മുഖം ഉയർത്തി കണ്ണാടിയിലൂടെ നോക്കി അച്ചു കണ്ടു. വിയർപ്പ് പൊടിഞ്ഞ് തളർച്ചയോടെ കവിളുകൾ ചുവന്ന് കൂമ്പി അടഞ്ഞു നിൽക്കുന്ന അവന്റെ ജെനിയെ. അവൻ പുഞ്ചിരിയോടെ അവളുടെ തോളിൽ താടി വെച്ചു. ലവ് യു. അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ട ജെനിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ഫ്രഷായി വരാട്ടോ. അവളെ ഒന്ന് നോക്കി കവിളിൽ തട്ടി പുഞ്ചിരിയോടെ അവൻ വാഷ്റൂമിലേക്ക് കയറി. അവൻ പോയതും ജെനി അവളുടെ പിൻകഴുത്തി വിരലോടിച്ചു. അവന്റെ അതരങ്ങളുടെ തണുപ്പും നിശ്വാസവും ഇപ്പോഴും അവിടെ തന്നെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ആ ഓർമ്മയിൽ അവളുടെ ശരീരം ആസകലം കുളിര് കോരി. ഫ്രഷായി ഇറങ്ങിയ അച്ചു കണ്ട് റൂമിലെ ബീൻ ബാഗിൽ ഇരുന്ന് മയങ്ങുന്ന ജെനിയാണ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കോരിയെടുത്തു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. അവളെ ബെഡിലേക്ക് കിടത്തി അടുത്ത് തന്നെ അവനും കിടന്നു. അവളെ നെഞ്ചോട് ചേർത്ത് അവനും കണ്ണടച്ചു. 5 മണിയായപ്പോൾ ബ്യൂട്ടീഷ്യൻ വന്ന് ജെനിയെ ഒരുക്കാൻ തുടങ്ങി. അച്ചുവിന്റെ കൂടെ ദീപവും മനുവും ആയിരുന്നു. ലെഹങ്ക ഇട്ട് വന്ന ജെനിയെ കസേരയിൽ ഇരുത്തി മേക്കപ്പ് ചെയ്തു തുടങ്ങി. അവളുടെ വെള്ളാരം കണ്ണുകളും നക്ഷത്രം മൂക്കുത്തിയും തന്നെയായിരുന്നു അപ്പോഴും ഹൈലൈറ്റ്.
മുടി ലൂസ് ബൺ ചെയ്ത് മുന്നിൽ കുറച്ച് കേൾ ചെയ്തിട്ടു. താലിമാലയുടെ കൂടെ ഡയമണ്ട് നെക്ലേസും ഇട്ടു. രണ്ട് കൈയിലും ഓരോ വളയും. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. അച്ചു റെഡിയായി താഴെ വന്ന് ഹാളിലെ സെറ്റിയെ ജെനിയെയും കാത്തിരുന്നു. ആരോ ഇറങ്ങി വരുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ സ്റ്റെപ്പിലേക്ക് നോക്കി. ഇറങ്ങി വരുന്ന ജെനിയെ കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് അവളെ മതിമറന്ന് നോക്കി നിന്നു. ഈമ വെട്ടാതെ അവളെ തന്നെ നോക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ ജെനി പുഞ്ചിരിയോടെ നോട്ടം മാറ്റി. അച്ചുവിലും പുഞ്ചിരി വിരിഞ്ഞു. ഇറങ്ങി വന്ന അവളുടെ നേർക്ക് അവൻ കൈ നീട്ടി. പുഞ്ചിരിയോടെ അവന്റെ കയ്യിൽ അവൾ ചുറ്റിപ്പിടിച്ചു. ഇറങ്ങാ എന്നാ ചന്ദ്രൻ ചോദിച്ചപ്പോൾ അവർ തലയാട്ടി. അവരെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു.